Hare Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna Krishna Hare 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 Rama 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 Hare 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 Krishna Krishna Hare Hare Rama Rama Hare 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 Krishna Krishna Hare Rama Hare Hare Krishna Krishna Hare Rama Hare Krishna Hare Rama Hare Krishna Hare Krishna Hare Rama Hare Krishna Krishna Hare Rama Hare Krishna Hare Krishna Krishna Hare Rama Hare Krishna Krishna Hare Rama Hare Krishna Hare Krishna Krishna Hare Ram Hare 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 Krishna Hare Krishna Krishna Hare Rama 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 Hare 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 Krishna Hare 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 Rama Rama Hare 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 Krishna Krishna Hare 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 Rama Rama Hare 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 Krishna Hare Krishna Krishna Hare Hare Rama Rama Hare 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 Krishna Krishna Hare Hare Rama Rama Hare 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 Krishna Krishna Hare 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 Krishna Krishna Hare Hare Rama Hare 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 Krishna Krishna Hare Hare Rama Hare 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 Krishna Hare Rama Hare Krishna ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. അപ്പോ നമ്മൾ ഇന്ന് ഒന്നാമത്തെ സ്കന്ധത്തിലെ 13-ാമത്തെ അധ്യായം ധൃതരാഷ്ട്ര കൊട്ടാരം ഉപേക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. 24 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ എടുത്തു. 27-ാമത്തെ ശ്ലോകമാണ് നമ്മൾ എടുക്കാനുള്ളത്. ഇപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ധൃതരാഷ്ട്ര വാർദ്ധക്യത്തിലേക്ക് എടുക്കുന്നുള്ള എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയെന്നുള്ളത് കടന്നു. അത് ധൃതരാഷ്ട്രം ബോധ്യപ്പെടുത്താണ് അല്ലെ എന്തിലേക്ക് മാറണം എന്ന്. ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞു, വാനപ്രസ്ഥത്തിലേക്ക് കടക്കണം പറയുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിതുരൻ എന്താണ് ഉപദേശിക്കുകയാണ്. വിതുരനെ പോലെ ഒരു സഹോദരനെ കിട്ടാനായിട്ട് അത്രയും ഭാഗ്യം ചെയ്തതാണെന്നാണ് ഇവിടെ പറയുന്നത്.
तिमिरान्धस्य ഇത് 27 എടുക്കേണ്ടത്. 27 എടുക്കേണ്ടതാണ്. 27 മതി. 27. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യാ സ്വകാൽ പരതോ വേഹ ജാത നിർവേദ ആത്മവാൻ ഹൃദി കൃത്വ ഹരിം ഗേഹാത് പ്രവജേത്സാ നരോത്തമഃ. യാ സ്വകാത് പരതോ വേഹ ജാത നിർവേദ ആത്മവാൻ ഹൃദി കൃത്വ ഹരിം ഗേഹാത് പ്രവജേത്സാ നരോത്തമഃ. ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ ഭഗവതേ വാസുദേവായ ആജാത നിർവേദ ആത്മവാൻ പരതോ ഹരിം ഗേഹാത് വേദ ജാത നിർവേദ ഹരിം ഗേഹാത് പ്രജേത്സഃ നിർവേദ നിർവേദ ഹരിം സ്വകാൽ പരതോ വേഹ ജാത നിർവേദ ആത്മവാൻ ഹൃദി കൃത്വാ ഹരിം ഗേഹ. ഹരേ കൃഷ്ണ. യാ സ്വകാത് പരതോ വേഹ ജാത നിർവേദ ആത്മവാൻ ഹൃദി കൃത്വ ഹരിം ഗേഹാത് പ്രവജേത്സാ നരോത്തമഃ. യാ ഏതൊരുവൻ, യാതൊരുവൻ, സ്വകാത് സ്വന്തം, ഉണർവാൻ, പരത വ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ശ്രവിച്ചോ, ഇഹ ഈ ഭൗതിക ലോകത്തിൽ, ജാത ഉണ്ടാകുന്നു, നിർവേദ ഭൗതിക ആസക്തിയോട് ഉപേക്ഷ, ആത്മവാൻ അവബോധം, ഹൃദി ഹൃദയത്തിനുള്ളിൽ, കൃത്വ ആകർഷിതനായി, ഹരി പരമദിവ്യോത്തമ പുരുഷൻ, ഗേഹ ഭവനത്തിൽ നിന്നും, പ്രവർജേത് ഗമിക്കുന്നത്, സ അദ്ദേഹം ആകുന്നു, നര ഉത്തമ ഒന്നാന്തരം മനുഷ്യൻ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. വിവർത്തനം: ആരാണോ സ്വയമോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ശ്രവിച്ചോ ഭൗതിക ലോകത്തിന്റെ കപടതയെയും ക്ലേശത്തെയും ഉണർന്ന് മനസ്സിലാക്കി ഭവനം ഉപേക്ഷിച്ച് സ്വന്തം അന്തരംഗത്തിൽ വസിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനെ പൂർണ്ണമായും ആശ്രയിക്കുന്നത് അയാൾ നിശ്ചയമായും ഒരു ഉത്തമ വ്യക്തിയാണ്. ഇവിടെ എന്താ പറയുന്നത്? ആരാണോ സ്വയം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കി ശ്രവിച്ച് ഭൗതിക ലോകത്തിന്റെ കപടതയും ക്ലേശത്തെയും ഉണർന്ന് മനസ്സിലാക്കി ഭവനം ഉപേക്ഷിച്ച് സ്വന്തം അന്തരംഗത്തിൽ വസിക്കുന്ന ആ പരമദിവ്യോത്തമ പുരുഷനെ പൂർണ്ണമായും ആശ്രയിക്കുന്നത് ആരാണോ അയാൾ നിശ്ചയമായും ആരായിരിക്കും? ഒരു ഉത്തമ വ്യക്തിയായിരിക്കും. അതായത് ഭഗവാനെ മനസ്സിലാക്കുക, ഭഗവാനെ മറ്റുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കുക, ഭൗതിക ലോകത്തിന്റെ കപടതയെ കുറിച്ചും ക്ലേശത്തെയും മനസ്സിലാക്കി നമ്മുടെ ഉള്ളില് പരമാത്മാവായിരിക്കുന്ന ഭഗവാനെ പൂർണ്ണമായും ആശ്രയിച്ചിരിക്കുന്ന വ്യക്തി ഒരു ഉത്തമ വ്യക്തിയായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ധീരൻ അഥവാ കുടുംബ സംസർഗത്തിൽ നിന്നും അകന്നു കഴിയുന്നതിൽ അസ്വസ്ഥനാകാത്തവൻ, ധീരൻ അഥവാ കുടുംബ സംസർഗത്തിൽ നിന്നും അകന്നു കഴിയുന്നതിൽ അസ്വസ്ഥനാകാത്തവൻ, പരിത്യാഗ ജീവിതക്രമം സ്വീകരിച്ചവൻ അഥവാ വിരക്തനായ സന്യാസി, ശ്രവണ കീർത്തനങ്ങളാൽ ഭഗവത് അവബോധമുണർത്തി അന്തരംഗത്തിൽ അധിവസിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനെ പൂർണ്ണമായും ആശ്രയിച്ച് ഭവനം ഉപേക്ഷിക്കുന്ന ഒരു ആത്മാർത്ഥ ഭഗവത് ഭക്തൻ. ഇങ്ങനെ 3 വിഭാഗത്തിലുള്ള അതീന്ദ്രിയവാദികളുണ്ട്. അപ്പൊ അതീന്ദ്രിയവാദികളെ കുറിച്ച് പറയാണ്. 3 തരത്തിലുള്ള അതീന്ദ്രിയവാദികളുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നത്, ഒന്ന് പറയുന്നത് ധീരൻ അഥവാ കുടുംബ സംസർഗത്തിൽ നിന്നും അകന്നു കഴിയുന്നതിൽ അസ്വസ്ഥനാകാത്തവൻ, കുടുംബത്തിൽ നിന്നും അകന്നു കഴിയുന്നതിൽ അസ്വസ്ഥനാകാത്തവൻ ധീരൻ. രണ്ടാമത്തത് പരിത്യാഗ ജീവിതക്രമം സ്വീകരിച്ചവൻ അല്ലെങ്കിൽ വിരക്തനായ ഒരു സന്യാസി. 3 ശ്രവണ കീർത്തനങ്ങളാൽ ഭഗവത് അവബോധമുണർത്തി അന്തരംഗത്തിൽ അധിവസിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനെ പൂർണ്ണമായും ആശ്രയിച്ച് ഭവനം ഉപേക്ഷിക്കുന്ന ഒരു ആത്മാർത്ഥ ഭഗവത് ഭക്തൻ. മൂന്നാമത്തെ പറയുന്നത് ശ്രവണ കീർത്തനങ്ങൾ കൊണ്ട് ഭഗവാനെ കുറിച്ചുള്ള ഒരു അവബോധം ഉണർത്തിയിട്ട് അന്തരംഗത്തിൽ വസിക്കുന്ന ആ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ പൂർണ്ണമായും ആശ്രയിച്ച് ഭവനം ഉപേക്ഷിക്കുന്ന ഒരു ആത്മാർത്ഥ ഭക്തൻ. അങ്ങനെ 3 വിഭാഗത്തിലുള്ള അതീന്ദ്രിയവാദികളുണ്ട്. ആശയം എന്തെന്നാൽ ഭൗതിക ലോകത്തിലെ വൈകാരിക ജീവിതത്തിൽ വിരക്തനായ ശേഷമുള്ള സന്യാസം ആത്മസാക്ഷാത്കാര പന്ഥാവിലേക്കുള്ള കാൽവെപ്പാകുന്നു.
എന്നാൽ ഏവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി നിവസിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനെ പൂർണ്ണമായും ആശ്രയിക്കുന്നതിന് പരിശീലിതനാകുമ്പോഴാണ് മോക്ഷമാർഗത്തിന്റെ യഥാർത്ഥ പരിപൂർണത പ്രാപ്തമാകുന്നത്. ഒരുവൻ ഭവനം ഉപേക്ഷിച്ച് കൊടും വനത്തിൽ ഏകനായി ജീവിച്ചേക്കാം. എന്നാൽ സ്ഥിരപ്രതിഷ്ഠനായ ഒരു ഭക്തൻ താൻ ഏകനല്ലെന്ന് നന്നായി അറിയുന്നു. പരമദിവ്യോത്തമ പുരുഷൻ ഭക്തനോടൊപ്പമുണ്ട്. ഏതു വിഷമകരമായ പരിതസ്ഥിതിയിലും അദ്ദേഹത്തിന് തന്റെ ആത്മാർത്ഥ ഭക്തനെ സംരക്ഷിക്കുവാൻ കഴിയും. ആകയാൽ ഭഗവാന്റെ ദിവ്യമായ നാമ, ഗുണം, രൂപം, ലീലകൾ, പാർഷദർ മുതലായവയെല്ലാം ശുദ്ധ ഭക്തന്മാരുടെ സംസ്കൃതത്തിൽ സെവിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്ത് ഒരുവൻ ഭവനത്തിൽ ഭക്തിരസേവനം പരിശീലിക്കണം. ഈ വിധത്തിലുള്ള പരിശീലനം ഒരുവന്റെ ഉദ്ദേശത്തോടുള്ള ആത്മാർത്ഥതയ്ക്കനുസൃതമായി അയാളിൽ ഈശ്വരാവബോധം ഉണർത്താൻ സഹായിക്കും. ഏവരുടെയും അന്തരംഗത്തിൽ ഉപസ്ഥിതനെങ്കിലും അവണ്ണമുള്ള ഭക്തിത പ്രവർത്തനങ്ങളാൽ ഭൗതിക പ്രയോജനം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പരമദിവ്യോത്തമ പുരുഷനെ ആലംബമായി കരുതാൻ കഴിയുന്നതല്ല. മാത്രമല്ല, ഭൗതിക ലാഭത്തിനായി ഭഗവാനെ ആരാധിക്കുന്ന വ്യക്തികൾക്ക് ഭഗവാൻ യാതൊരുവിധ മാർഗനിർദ്ദേശവും നൽകുന്നതല്ല. അത്തരം ഭൗതികവാദികളായ ഭക്തരെ ഭഗവാൻ ഭൗതിക ലാഭത്താൽ അനുഗ്രഹിക്കുന്നു. ഇവിടെ 3 തരത്തിലുള്ള അതീന്ദ്രിയവാദികളെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ആശയം പറയുന്നത് എന്താണ്? ഭൗതിക ലോകത്തിലെ വൈകാരിക ജീവിതത്തിൽ വിരക്തനായ ശേഷമുള്ള സന്യാസം ആത്മസാക്ഷാത്കാര പദാവയിലേക്കുള്ള കാൽവെപ്പാണ്. ഇപ്പോ ഭൗതിക ലോകത്തിലുള്ള ജീവിതം, നമ്മുടെ വൈകാരിക ജീവിതത്തില് വിരക്തനായ ശേഷമുള്ള സന്യാസം എങ്ങനെയാണ്? ആത്മസാക്ഷാത്കാര പന്ഥാവിലേക്കുള്ള കാൽവെപ്പാണ് എന്ത്? സന്യാസം. 4 ആശ്രമത്തില് പറയുന്ന ലാസ്റ്റത്താണ് സന്യാസം ആത്മസാക്ഷാത്കാര പന്ഥാവിലേക്കുള്ള കാൽവെപ്പാണ്. എന്നാൽ എല്ലാവരുടെയും ഹൃദയത്തില് പരമാത്മാവായി വസിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനെ പൂർണ്ണമായും ആശ്രയിക്കുന്നതിന് പരിശീലിതനാകുമ്പോഴാണ് മോക്ഷമാർഗത്തിന്റെ യഥാർത്ഥ പരിപൂർണത പ്രാപ്തമാകുന്നത്. അപ്പോ മോക്ഷമാർഗത്തിന്റെ യഥാർത്ഥ പരിപൂർണതയിലേക്ക് നമ്മൾ എത്തുമ്പോൾ എപ്പോഴാണ്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവായിട്ടുള്ള ഭഗവാനെ നമ്മൾ ആശ്രയിക്കുന്നതിന് പരിശീലിക്കുമ്പോൾ, ഭഗവാനെ ആശ്രയിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ പരിപൂർണതയിലേക്ക് പ്രാപ്തമാകുന്നത്. ഒരുവൻ ഭവനം ഉപേക്ഷിച്ച് കൊടും വനത്തിൽ ഏകനായി ജീവിച്ചേക്കാം. എന്നാൽ സ്ഥിരപ്രതിഷ്ഠനായ ഒരു ഭക്തൻ താൻ ഏകനല്ലെന്ന് നന്നായി അറിയുന്നു. ഒരു ഭവനം ഉപേക്ഷിച്ച് നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് ജീവിക്കാന്ന് വിചാരിച്ചാലും ഒരു ഭക്തൻ എന്തറിയാം? ആ ഭക്തന്റെ ഹൃദയത്തിൽ ആരുണ്ട്? ഭഗവാനുണ്ട്. പരമാത്മാവായിട്ട് ഭഗവാനുണ്ട്. അപ്പൊ ആ ഭക്തൻ ഒരിക്കലും ഏകനല്ലെന്ന് ആർക്കറിയാം? ഭക്തനറിയാം. പരമദിവ്യോത്തമ പുരുഷൻ ഭക്തനോടൊപ്പമുണ്ട്. ഏത് വിഷമകരമായ പരിതസ്ഥിതിയിലും അദ്ദേഹത്തിന് തന്റെ ആത്മാർത്ഥ ഭക്തനെ സംരക്ഷിക്കുവാൻ സാധിക്കും. അപ്പൊ ആ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആ ഭക്തന്റെ ഹൃദയത്തിൽ ആരുണ്ട്? പരമാത്മാവായിട്ട് ഭഗവാൻ കൂടെയുണ്ട്. ഏത് പരിതസ്ഥിതിയിലും വിഷമകരമായ സ്ഥിതിയിലും ആ ഭക്തനെ സംരക്ഷിക്കാനായിട്ട് ഭഗവാന് കഴിയുന്നുള്ളത് ആർക്കറിയാം? ആ ഭക്തനറിയാം. ആകയാൽ ഭഗവാന്റെ നാമരൂപ ഗുണ ലീലകള് എല്ലാം ശുദ്ധ ഭക്തന്മാരുടെ സംസർഗത്തിൽ ശ്രവിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്ത് ഒരുവൻ ഭവനത്തിൽ ഭക്തിരസേവനം പരിശീലിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭവനത്തിൽ തന്നെ ഭഗവാന്റെ നാമരൂപ ഗുണ ലീലകളെല്ലാം തന്നെ ശുദ്ധ ഭക്തന്മാരുടെ സംസർഗത്തിൽ ശ്രവിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്ത് ഒരുവൻ ഭവനത്തിൽ ഭക്തിയുടെ സേവനം പരിശീലിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിൽ തന്നെ ഭക്തിയുടെ സേവനം പരിശീലിക്കണം. ഭഗവാനെ കുറിച്ച് ശുദ്ധ ഭക്തന്മാരുടെ സംസർഗം കൊണ്ട് ശ്രവിക്കുക, കീർത്തിക്കുക ചെയ്തുകൊണ്ട് നമ്മള് വീട്ടിൽ തന്നെ എന്ത് ചെയ്യണം? ഭക്തിയുടെ സേവനം പരിശീലിക്കണം. ഈ വിധത്തിലുള്ള പരിശീലനം ഒരുവന്റെ ഉദ്ദേശത്തോടുള്ള ആത്മാർത്ഥതയ്ക്ക് അനുസൃതമായി അയാളിൽ ഈശ്വരാവബോധത്തെ ഉണർത്താൻ സഹായിക്കും. അപ്പോ നമ്മുടെ ഉള്ളിലെ ഈശ്വരാവബോധം ഉണർത്തുന്നത് എങ്ങനെയാണ്? നമ്മുടെ ആത്മാർത്ഥതയ്ക്ക് അനുസൃതമായിട്ട് ആ ഈശ്വരാവബോധത്തെ ഉണർത്താനായിട്ട് സാധിക്കും. അപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാന്റെ നാമരൂപ ഗുണ ലീലകളെല്ലാം തന്നെ ശ്രവിക്കുകയും കീർത്തിക്കുകയും ചെയ്യുക ശുദ്ധ ഭക്തന്മാരുടെ സംസർഗം കൊണ്ട്. പിന്നെന്താ പറഞ്ഞത്? അത് എത്രത്തോളം നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് നമ്മളെ ഉദ്ദേശത്തോടെ നമ്മൾ ചെയ്യാണോ അതിനനുസരിച്ച് നമ്മുടെ ഉള്ളിലെ ഈശ്വരാവബോധത്തെ ഉണർത്താനായിട്ട് അത് സഹായിക്കും. ഏവരുടെയും അന്തരംഗത്തിൽ ഉപസ്ഥിതെങ്കിലും അവണ്ണമുള്ള ഭക്തിരസ പ്രവർത്തനത്താൽ ഭൗതിക പ്രയോജനം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പരമദിവ്യോത്തമ പുരുഷനെ ആലംബമായി കരുതാൻ കഴിയുന്നതല്ല. അപ്പൊ നമ്മൾ എല്ലാവരുടെ ഉള്ളിലും ആരുണ്ട്? ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായിട്ടുണ്ട്. അങ്ങനെ ഭക്തിരസ പ്രവർത്തനങ്ങളാൽ ഭൗതിക പ്രയോജനം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പരമദിവ്യോത്തമ പുരുഷനെ ആലംബമായിട്ട് കരുതാൻ കഴിയുന്നതല്ല. മാത്രമല്ല, ഭൗതിക ലാഭത്തിനായി ഭഗവാനെ ആരാധിക്കുന്ന വ്യക്തികൾക്ക് ഭഗവാൻ യാതൊരുവിധ മാർഗനിർദ്ദേശവും നൽകുന്നതല്ല. അപ്പൊ ഭഗവാനെ ഭൗതികമായിട്ടുള്ള ലാഭത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ ആരാധിക്കുന്നവർക്ക് ഭഗവാൻ എന്ത് തരില്ല എന്ന് പറഞ്ഞത്?
ഭൗതിക ലാഭത്തിനായി ഭഗവാനെ ആരാധിക്കുന്ന വ്യക്തികൾക്ക് ഭഗവാൻ യാതൊരുവിധ മാർഗനിർദ്ദേശങ്ങളും നൽകുന്നതല്ല. ഭഗവാൻ ഭൗതികമായിട്ടുള്ള ലാഭത്തിന് വേണ്ടി നമ്മൾ ഭഗവാൻ ആരാധിച്ച യാതൊരുവിധ നിർദ്ദേശങ്ങളും ഭഗവാൻ നൽകിയില്ല. അത്തരം ഭൗതികവാദികളായ ഭക്തരെ ഭഗവാൻ ഭൗതിക ലാഭത്താൽ അനുഗ്രഹിക്കുന്നു. അപ്പൊ അവർക്ക് എന്താ കൊടുക്കുന്നത്? നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കാരാണ്. അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഭഗവാൻ നൽകില്ല. പക്ഷെ ഭൗതികവാദികൾക്ക് ഭൗതിക ലാഭത്താൽ അനുഗ്രഹിക്കുന്നവരെ ഭൗതിക ലാഭത്താൽ അവർ അനുഗ്രഹിക്കും. എന്നാൽ അവർക്ക് മുകളിൽ പ്രസ്താവിച്ച പോലെ ഉത്തമ വ്യക്തി എന്ന പദവി പ്രാപ്തമാക്കാൻ കഴിയില്ല. പക്ഷെ അവർക്ക് എന്ത് കിട്ടില്ല? ധീരൻ അല്ലെങ്കിൽ ഒരു ഉത്തമ വ്യക്തി എന്ന പദവിയിലേക്ക് കടക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല. അത്തരം ആത്മാർത്ഥ ഭക്തർക്ക് അനേകം ദൃഷ്ടാന്തങ്ങൾ ലോക ചരിത്രത്തിൽ വിശേഷിച്ചും ഭാരതത്തിലുണ്ട്. ആത്മസാക്ഷാത്കാര പന്ഥാവിലേക്കുള്ള നമ്മുടെ വഴികാട്ടികളാണ് അവർ. അപ്പോ അത്തരത്തില് ആത്മാർത്ഥമായ ഭക്തന്മാർക്ക് കുറെ നമ്മുടെ എന്താ പറയുന്നത് അനേകം ദൃഷ്ടാന്തങ്ങൾ, അനേക ഉദാഹരണങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ പറയാനായിട്ട് സാധിക്കും. ഭാരതത്തിലെ ആത്മസാക്ഷാത്കാര പന്ഥാവിലേക്ക് നമ്മുടെ വഴികാട്ടികളായിട്ടുള്ളവരാണ് അവരെല്ലാവരും. മഹാത്മാ വിരുദ്ധർ ഭഗവാന്റെ അത്തരം ഒരു ശ്രേഷ്ഠ ഭക്തനാണ്. അപ്പൊ വിതുരർ എങ്ങനെയാണ്? അത്തരത്തിലുള്ള ഒരു ശ്രേഷ്ഠ ഭക്തനാണ്. ആത്മസാക്ഷാത്കാരത്തിനായി അദ്ദേഹത്തിന്റെ താമരക്കാലടികളെ പിന്തുടരാൻ നാം എല്ലാവരും പരിശ്രമിക്കേണ്ടതാകുന്നു. അപ്പൊ ആത്മസാക്ഷാത്കാരത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത്തരത്തിലുള്ള ആചാര്യന്മാരുടെ കാലടികൾ പിന്തുടരാനായിട്ട് നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഭഗവാന് നമ്മൾ ശ്രവണ കീർത്തനത്തിലൂടെ ഭഗവാന്റെ നാമരൂപ ഗുണലീലകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ശുദ്ധ ഭക്തന്മാരുടെ സംസർഗത്തിൽ നമ്മൾ ശ്രവിക്കുകയും കീർത്തിക്കുകയും ചെയ്ത് നമ്മുടെ ഭവനത്തിൽ തന്നെ നമ്മൾ എന്ത് പരിശീലിക്കണം? ഭക്തിയുടെ സേവനം പരിശീലിക്കണം. നമ്മുടെ ആത്മാർത്ഥതയുടെ തോതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ഈശ്വരാബോധം ആരുണർത്തും? ഭഗവാൻ ഉണർത്തും എന്നാണ് പറയണത്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥോ ദീചീം ദിശം യാതു സ്വൈരജ്ഞാതാഗതിർഭവാൻ ഇതോർവാക് പ്രായശ കാല പുംസാ ഗുണ വികർഷണഃ. അഥോ ദീചീം ദിശം യാതു സ്വൈരജ്ഞാതാഗതിർഭവാൻ ഇതോർവാക് പ്രായശ കാല പുംസാ ഗുണ വികർഷണഃ. ചൊല്ലാം. ഓം നമോ ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. അതുകൊണ്ട് ഉദീജി വടക്ക് ദിക്ക്, ദിശം ദിശ, യാതു ദയവായി പോകൂ, സ്വൈ അങ്ങയുടെ ബന്ധുജനങ്ങളാൽ, അജ്ഞാത അറിയാതെ, ഗതി നീക്കങ്ങൾ, ഭവാൻ അങ്ങയുടെ, ഇതിനു ശേഷം, അർവാക് ആഗതമാകും, പ്രായശ പൊതുവെ, കാല കാലം, പുംസ മനുഷ്യരുടെ, ഗുണങ്ങൾ, വികർഷണ കുറഞ്ഞു വരുന്ന, വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. വിവർത്തനം ആകയാൽ ദയവായി അങ്ങയുടെ ബന്ധുജനങ്ങളെ അറിയിക്കാതെ ഉടനടി ഉത്തരദിശയിലേക്ക് യാത്രയായാലും. കാരണം മനുഷ്യരുടെ സദ്ഗുണങ്ങളെ ക്ഷയിപ്പിക്കുന്ന കാലം അചിരേണ ആഗതമാകും. ഇവിടെ പറയാണ്, ഇനി വിതുരര് ധൃതരാഷ്ട്രോട് പറയാണ്, അപ്പൊ ദയവായി അങ്ങ് എന്ത് ചെയ്യാ? അങ്ങയുടെ ബന്ധുജനങ്ങളെ ഒന്നും അറിയിക്കാതെ ഉടനടി തന്നെ അങ്ങ് എങ്ങോട്ട് പോകണം? ഉത്തരദിശയിലേക്ക് യാത്രയായാലും. കാരണം മനുഷ്യരുടെ സദ്ഗുണങ്ങളെ ക്ഷയിപ്പിക്കുന്ന കാലം അചിരേണ ആഗതമാകും. എന്തായാലും എന്ത് വരും? കാലം നമ്മളെ ഒന്നിനും തടസ്സമല്ല, കാലം വരും എന്തായാലും. അപ്പൊ അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യാ? ആരെയും അറിയിക്കാതെ ഉത്തരദിശയിലേക്ക് യാത്രയായാലും എന്നാണ് വിതുരര് ധൃതരാഷ്ട്രോട് പറയുന്നത്. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഒരുവൻ ധീരനായി തീർന്ന് അഥവാ ബന്ധുജനങ്ങളെ അറിയിക്കാതെ എന്നേക്കുമായി ഭവനം ഉപേക്ഷിച്ച് യാത്രയായി വിഫലമായ ജീവിതത്തിന്റെ നഷ്ടം നികത്താൻ കഴിയുന്നു. കലിയുഗം അതിശീഘ്രം ആസന്നമാകുന്നതിനാൽ ഈ മാർഗം താമസം വിനാ സ്വീകരിക്കുവാൻ വിതുരർ തന്റെ ജ്യേഷ്ഠനെ ഉപദേശിച്ചു. ദത്താത്മാവ് മുൻപേ തന്നെ ഭൗതിക സംസർഗത്താൽ തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നു. എങ്കിൽ തന്നെയും കലിയുഗത്തിൽ മനുഷ്യന്റെ സദ്ഗുണങ്ങൾ അത്യന്തം നിന്ദ്യമായ നിലയിലേക്ക് അധപതിക്കും. കലിയുഗം ആഗതമാകുന്നതിന് മുമ്പ് ധൃതരാഷ്ട്ര കൊട്ടാരം ഉപേക്ഷിച്ച്
യാത്രയാകണമെന്ന് വിതുരർ ഉപദേശിച്ചു. എന്തെന്നാൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള വിലപ്പെട്ട നിർദ്ദേശങ്ങളാൽ വിതുരർ സൃഷ്ടിച്ച അന്തരീക്ഷം സമുപസ്ഥിതമായി കൊണ്ടിരിക്കുന്ന കലിയുഗത്തിന്റെ പ്രഭാവത്താൽ മാഞ്ഞു പോകും. പരമപുരുഷ ഭഗവാനായ ശ്രീകൃഷ്ണനെ പരിപൂർണമായും ആശ്രയിക്കുന്ന നരോത്തമൻ അഥവാ ഉത്തമ മനുഷ്യനായി തീരുക എന്നത് ഒരു സാധാരണ വ്യക്തിക്ക് സാധ്യമല്ല. പാപകർമ്മങ്ങളുടെ എല്ലാ കളങ്കങ്ങളിൽ നിന്നും പൂർണ്ണമായും നിർമുക്തനായ ഒരാൾക്ക് മാത്രമേ പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ ആശ്രയിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ഭഗവത്ഗീത 7:28 പ്രസ്താവിച്ചിരിക്കുന്നു. ഇവിടെ എന്താ പറഞ്ഞത്? ഒരുവൻ ധീരനായി തീർന്ന് അഥവാ ബന്ധുജനങ്ങളെ അറിയിക്കാതെ എന്നേക്കുമായിട്ട് ഭവനം ഉപേക്ഷിച്ച് യാത്രയായി വിഫലമായ ജീവിതത്തിന്റെ നഷ്ടം നികത്താൻ കഴിയുന്നു. അപ്പൊ ഒരു വ്യക്തി ധീരനായിട്ട് മാറി ബന്ധുജനങ്ങളിൽ നിന്ന് അറിയിക്കാതെ ഭവനം ഉപേക്ഷിച്ച് യാത്രയാവാ വിഫലമായ അപ്പൊ നമ്മുടെ ആ ജീവിതത്തിന്റെ നഷ്ടം നികത്താനായിട്ട് നമുക്ക് കഴിയും. കലിയുഗം അതിശീഘ്രം ആസന്നമാകുന്നതിനാൽ ഈ മാർഗം താമസം വിനാ സ്വീകരിക്കുവാൻ വിതുരർ തന്റെ ജ്യേഷ്ഠനെ ഉപദേശിച്ചപ്പോ കലിയുഗം തുടങ്ങാണല്ലോ, കലിയുഗം തുടങ്ങാറാകാണ്. അപ്പൊ അതിന് പറയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ മാർഗം സ്വീകരിക്കാനായിട്ട് ജ്യേഷ്ഠനെ വിതുരർ ഉപദേശിക്കുകയാണ് ഇവിടെ. പത്താത്മാവ് മുമ്പേ തന്നെ ഭൗതിക സംസർഗത്താൽ തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമുക്കറിയാം പത്താത്മാവ് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ വന്നപ്പോ തന്നെ എന്താണ്? ഈ ഭൗതികമായ സംസർഗത്താൽ തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നതാണ്. എങ്കിൽ തന്നെ കലിയുഗത്തിൽ മനുഷ്യന്റെ സദ്ഗുണങ്ങൾ അത്യന്തം നിന്ദ്യമായ നിലയിലേക്ക് അധപതിക്കും. അപ്പൊ നമ്മുടെ കലിയുഗത്തില് സദ്ഗുണങ്ങൾ തന്നെ എന്താണ്? നിന്ദ്യമായ നിലയിലേക്ക് അധപതിക്കും. അപ്പൊ കലിയുഗം ആഗതമാകുന്നതിന് മുമ്പ് തന്നെ ധൃതരാഷ്ട്ര കൊട്ടാരം ഉപേക്ഷിച്ച് യാത്രയാകണം എന്നാണ് ഇവിടെ വിതുരര് ഉപദേശിക്കുന്നത്. എന്തെന്നാൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള വിലപ്പെട്ട നിർദ്ദേശങ്ങളാൽ വിതുരർ സൃഷ്ടിച്ച അന്തരീക്ഷം. അപ്പൊ ഇവിടെ കുറെ ഉപദേശങ്ങൾ കൊടുക്കുകയായിരുന്നു വിതുരര്. ആ ഉപദേശങ്ങള് സമുപസ്ഥിതമായിക്കൊണ്ടിരിക്കുന്ന കലിയുഗത്തിന്റെ പ്രഭാവത്താൽ മാഞ്ഞു പോകും. അപ്പൊ കലിയുഗത്തിന്റെ പ്രഭാവം വന്നു കഴിഞ്ഞാൽ അതൊക്കെ എന്തായിട്ട് മാറും? അതൊന്നും ഒരു യാഥാർത്ഥ്യമല്ലാത്ത രീതിയിലായിട്ട് മാറും. ഇപ്പൊ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത കാര്യങ്ങളിലൊന്നും ഒരു എന്താ പറയാ, അതിനൊരു ഗുണമില്ലാത്ത രീതിയിലായിട്ട് പോകും. അതിന്റെ പ്രഭാവം തന്നെ ഇല്ലാണ്ടായിട്ട് പോകും. പരമപുരുഷ ഭഗവാനായ ശ്രീകൃഷ്ണനെ പൂർണ്ണമായും ആശ്രയിക്കുന്ന നരോത്തമൻ അഥവാ ഉത്തമ മനുഷ്യനായി തീരുക എന്നത് ഒരു സാധാരണ വ്യക്തിക്ക് സാധ്യമല്ല. അപ്പൊ ഇവിടെ പരമപുരുഷനായ ഭഗവാനെ പൂർണ്ണമായും ആശ്രയിക്കുന്ന നരോത്തമൻ അഥവാ ഒരു ഉത്തമ മനുഷ്യനായിരിക്കുക എന്നുള്ളത് ഒരു സാധാരണ വ്യക്തിക്ക് സാധ്യമാകുന്ന കാര്യമല്ല. പാപകർമ്മങ്ങളുടെ എല്ലാ കളങ്കങ്ങളിൽ നിന്നും പൂർണ്ണമായും വിമുക്തനായ ഒരാൾക്ക് മാത്രമേ ഭഗവാനെ ആശ്രയിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഭഗവാനെ ആശ്രയിക്കാൻ എങ്ങനെ സാധിക്കുള്ളൂ? പാപകർമ്മങ്ങളുടെ എല്ലാ കളങ്കങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് മാറിയ ഒരു വ്യക്തിക്ക് മാത്രമേ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആശ്രയിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് ഭഗവത്ഗീത 7:28 ശ്ലോകത്തിൽ പറയുന്നു. ഒരു സന്യാസിയോ അല്ലെങ്കിൽ നരോത്തമനോ ആയിത്തീരാൻ അസാധ്യമാണെങ്കിൽ കുറഞ്ഞ പക്ഷം ആരംഭത്തിൽ ഒരു ധീരനെ എങ്കിലും ആയിത്തീരാൻ വിതുരർ ധൃതരാഷ്ട്ര ഉപദേശിക്കും. ഒരു സന്യാസിയാവാൻ അല്ലെങ്കിൽ ഒരു നരോത്തമനാവാൻ സാധ്യമല്ലെങ്കിൽ എന്താണ്? കുറഞ്ഞതൊരു ധീരനെങ്കിലും ആയിത്തീരാനാണ് വിതുരർ ധൃതരാഷ്ട്ര ഉപദേശിക്കുന്നത്. ആത്മസാക്ഷാത്കാര പാന്താവിൽ സ്ഥിരോത്സാഹത്തോടെ പരിശ്രമിക്കുന്നത് ഒരുവനെ ധീരൻ എന്ന നിലയിൽ നിന്നും നരോത്തമൻ എന്ന നിലയിലേക്ക് ഉയരാൻ സഹായിക്കുന്നു. ഇവിടെ ആത്മസാക്ഷാത്കാര പാന്താവിൽ സ്ഥിരോത്സാഹത്തോടെ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ധീരൻ എന്ന നിലയിൽ നിന്നും നരോത്തമൻ എന്ന നിലയിലേക്ക് ഉയരാനായിട്ട് സഹായിക്കും. ദീർഘകാലത്തെ യോഗാനുഷ്ഠാനത്തിന് ശേഷം മാത്രമേ ധീരാവസ്ഥ പ്രാപ്തമാകുള്ളൂ. അപ്പോ ധീരനാവണമെങ്കിൽ എങ്ങനെ പറഞ്ഞത്? ധീരനാവണമെങ്കിൽ ദീർഘകാലത്തെ യോഗാനുഷ്ഠാനത്തിന് ശേഷം മാത്രമാണ് ധീരാവസ്ഥ പ്രാപ്തമാക്കാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കുന്നത്. എന്നാൽ സന്യാസത്തിന്റെ പ്രാരംഭ നിലയായ ധീരൻ എന്ന നില സ്വീകരിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുകയാണെങ്കിൽ തന്നെ വിതുരരുടെ അനുഗ്രഹത്താൽ ഒരുവന് ഈ അവസ്ഥ നിഷ്പ്രയാസം ഉടനെ കൈവരിക്കാം. അപ്പൊ അതിനുശേഷം സന്യാസത്തിന്റെ പ്രാരംഭ നില ധീരൻ. അപ്പൊ ധീരനിൽ നിന്നാണ് ആരാകുന്നത്? സന്യാസിയാകുന്നത്. ധീരൻ എന്ന നില സ്വീകരിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുകയാണെങ്കിൽ തന്നെ വിതുരരുടെ അനുഗ്രഹം കൊണ്ട് ഒരുവൻ എന്ത് സാധിക്കും? ഈ അവസ്ഥ നിഷ്പ്രയാസം ഉടനെ കൈവരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ സന്യാസ നില പരമഹംസ നിലയിലേക്കുള്ള അഥവാ ഭഗവാന്റെ ഉത്തമ ഭക്തനായി തീരാനുള്ള പ്രാരംഭഘട്ടമുണ്ട്. അപ്പൊ സന്യാസം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ ഉത്തമ ഭക്തനായി തീരാനുള്ള ഒരു പ്രാരംഭഘട്ടം. സന്യാസ നില പരമഹംസ നിലയിലേക്കുള്ള, അപ്പൊ സന്യാസം എന്ന് പറയുന്നത് എന്താണ്? പരമഹംസ നിലയിലേക്കുള്ള ഒരു സ്റ്റേജ് ആണ് എന്ത്? സന്യാസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഉത്തമ ഭക്തനായിട്ട് തീരാനുള്ള ഒരു പ്രാരംഭഘട്ടമാണ് എന്ത്? സന്യാസ നില എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഫസ്റ്റ്
ധീരൻ എന്ന് പറഞ്ഞാല് നരോത്തമൻ എന്ന നിലയിലേക്ക് ഉയരാൻ സഹായിക്കുന്നതാണ്. അപ്പൊ ധീരൻ നിന്ന് ആരാകാണ്? നരോത്തമനായി തീരാണ്. ആ നരോത്തമനിൽ നിന്നാണ് നരോത്തമനായി തീരുന്നു. ദീർഘകാലത്തെ യോഗാനുഷ്ഠാന ശേഷം മാത്രമേ ധീരാവസ്ഥ പ്രാപ്തമാക്കുള്ളൂ. അപ്പൊ ധീരാവസ്ഥ പ്രാപ്തമാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കുറെ യോഗാനുഷ്ഠാനത്തിന് ശേഷമാണ് ധീരാവസ്ഥ പ്രാപ്തമാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം സന്യാസത്തിന്റെ പ്രാരംഭ നിലയായ ധീരൻ എന്ന നിലയിലേക്ക് സ്വീകരിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുകയാണെങ്കിൽ വിതുരരുടെ അനുഗ്രഹം കൊണ്ട് ഒരു ഭക്തന് അത് നിഷ്പ്രയാസം സാധിക്കും. അപ്പൊ ഫസ്റ്റ് എന്താ പറയുന്നത് ഇവിടെ? ധീരൻ എന്ന നിലയിൽ നിന്നും നരോത്തമന്റെ നിലയിലേക്ക് ഉയരാൻ സഹായിക്കുന്നു. അപ്പൊ ധീരൻ നിന്നും നരോത്തമനാകുന്നു. അതിനുശേഷം എന്താണ് വരുന്നത്? സന്യാസത്തിന്റെ പ്രാരംഭ നില. പിന്നെ പരമഹംസം സ്റ്റേജ് അല്ലെ, അങ്ങനെയല്ലേ പറയുന്നത് ഇവിടെ? ഒരു ധീരനെങ്കിലും തീരാൻ വിതുരർ ഉപദേശിക്കുന്നു. ഒരു ധീരൻ എന്ന നിലയിൽ നിന്നും നരോത്തമൻ എന്ന നിലയിലേക്ക് ഉയരാനായിട്ട് സഹായിക്കുന്നു. ധീരനിൽ നിന്നും നരോത്തമൻ ദീർഘകാലത്തെ യോഗാനുഷ്ഠാനത്തിന് ശേഷമാണ് ധീരാവസ്ഥ പ്രാപ്തമാക്കാൻ സാധിക്കുന്നത്. സന്യാസത്തിന്റെ പ്രാരംഭ നിലയാണ് ധീരൻ. ധീരൻ സന്യാസത്തിന്റെ പ്രാരംഭഘട്ടം. ധീരൻ എന്ന നില സ്വീകരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലാണ് ഒരു ഭക്തന് അനുഗ്രഹം കൊണ്ട് ഈ അവസ്ഥ പ്രാപിക്കാൻ സാധിക്കുന്നത്. സന്യാസത്തിന്റെ പറയുന്നത് പരമഹംസത്തിന്റെ നിലയിലേക്കുള്ള പ്രാരംഭഘട്ടമാണ് എന്ത്? സന്യാസം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അടുത്ത ശ്ലോകം 29. ഏവം രാജാ വിതുരേണാനുജേന പ്രജ്ഞാ ചക്ഷുഷു സന്ദർശിതാത്വ. ഏവം രാജാ വിതുരേണാനുജേന പ്രജ്ഞാ ചക്ഷുർബോധിത ആജമീഢ ചിത്വാ സേഷു സ്നേഹപാശാന്തൃഡിപ്നോ നിശ്ചക്രാമ ഭ്രാതൃ സന്ദർശിതാഥോ. ചൊല്ലാം. ഹരേ കൃഷ്ണ. ഏവം രാജാ വിതുരേണാനുജേന രാജാവിതുരേണാനുജേന സ്നേഹപാശാന്തൃഡിഗ്ധേഷു ചക്ഷുർബോധിത ആജമീഢഃ പാശാന്തൃഡിപ്നോ ആദർശേഷു ഹരേ കൃഷ്ണ. ഏവം അപ്രകാരം രാജാവ് ധൃതരാഷ്ട്രർ വിതുരേണ അനുജേന അദ്ദേഹത്തിന്റെ അനുജനായ വിതുരരാൽ പ്രജ്ഞ അന്തർമുഖമായ ജ്ഞാനം, ചക്ഷു നയനങ്ങൾ, ബോധിത ഗ്രഹിക്കയാൽ, ആജമീഠ ധൃതരാഷ്ട്രർ അജമീഠന്റെ വംശജർ, ചിത്വ വേർപ്പെടുത്തി, സ്വേഷു ബന്ധുജനങ്ങളെ സംബന്ധിച്ച, സ്നേഹപാശാൻ സ്നേഹത്തിന്റെ ഗാഠബന്ധത്തെ, ദൃഢിംന ദൃഢനിശ്ചയത്താൽ, നിശ്ചക്രാമ യാത്രയായി, ഭ്രാതാവിനാൽ സന്ദർശിത നിർദ്ദേശിക്കപ്പെട്ട, അഥവാ മോക്ഷമാർഗം. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. അപ്രകാരം അന്തർമുഖനായ ജ്ഞാനത്താൽ അചഞ്ചലമായ ബോധ്യമേർപ്പെട്ട അജമീഠ വംശജനായ മഹാരാജാവ് ധൃതരാഷ്ട്രർ തന്റെ ദൃഢനിശ്ചയത്താൽ കുടുംബസ്നേഹത്തിന്റെ ഗാഠബന്ധത്തെ തൽക്ഷണം ഛേദിച്ചു. അദ്ദേഹം തന്റെ അനുജനായ വിതുരരുടെ നിർദ്ദേശപ്രകാരം മോക്ഷമാർഗത്തിൽ ചരിക്കുവാനായി ഉടൻ തന്നെ കൊട്ടാരം ഉപേക്ഷിച്ചു. അപ്പൊ വിതുരരുടെ ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ ആര് സ്വീകരിച്ചു? ധൃതരാഷ്ട്രർ സ്വീകരിച്ചു. അപ്രകാരം അന്തർമുഖനായ ജ്ഞാനത്താൽ അവബോധത്താൽ അചഞ്ചലമായ ബോധ്യമേർപ്പെട്ട അജമീഠ വംശജനായിട്ടുള്ള മഹാരാജാവ് ധൃതരാഷ്ട്രർ തന്റെ ദൃഢ നിശ്ചയം കൊണ്ട് കുടുംബസ്നേഹത്തിന്റെ ആ ഗാഠബന്ധത്തെ തക്ഷണം തന്നെ ഛേദിച്ച് അനുജനായിട്ടുള്ള വിതുരരുടെ നിർദ്ദേശപ്രകാരം മോക്ഷമാർഗത്തിൽ ചരിക്കുവാനായിട്ട് ഉടൻ തന്നെ കൊട്ടാരം ഉപേക്ഷിച്ചു.
എന്നാണ് ഇവിടെ പറയുന്നത്. ബാക്കി നമുക്ക് നാളെ എടുക്കാം. അപ്പൊ വിതുരന്റെ ഉപദേശം ആര് സ്വീകരിച്ചൂടെ? ധൃതരാഷ്ട്ര സ്വീകരിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव वृंद की जय, श्रील प्रभुपाद की जय, गुरुदेव की जय, निताय गौर ब्रह्मानंदे. हरि हरि बोल. हरे कृष्णा. എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമ മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. അപ്പോ നമ്മളെ ഇന്നാണോ മാതാജി ശ്രീരാമനവമി? നാളെ നാളെയാണ്. അപ്പൊ ഉപവാസല്ലേ നമുക്ക്? 27-ാം തീയതിയാണ് നവമി. ഇന്നത്തെ നാളെ 26. 26 മാതാജി ഇന്നാണ് കേട്ടോ ശ്രീരാമനവമി. അല്ല, നാളെയാണ് കാണിക്കുന്നത്. 26 നാളെയാണ്. നാളെ 11 മണി വരെ ഉണ്ട്. അതുകൊണ്ട് നാളെയാണ് എല്ലാവരും എടുക്കുന്നത്. ശ്രീരാമനവമി നാളെയാണ്. 27-ാം തീയതിയാണ് ഈ ശ്രീരാമനവമി. ഹരേ കൃഷ്ണ മാതാജി രാവിലെ ആരത്തേലും പറഞ്ഞായിരുന്നു നാളെയാണ്. സൺസെറ്റ് വരെ ഫാസ്റ്റിംഗ് ആണ്. സൺസെറ്റ്. ഓക്കെ. നാളെ കേട്ടോ. നാളെയാണ്. ഒരു ദിവസത്തെ ഉപവാസമാണോ അതിന്റെ വ്രതം? നാളെ സൺസെറ്റ് വരെ, സൂര്യാസ്തമയം വരെ. അതുപോലെ മാതാജി നാളെ മോർണിംഗ് ടു ഇത് സൺസെറ്റ് വരെയാണോ? ഓക്കെ. അതെ, വൈകുന്നേരം സമയം വരെ സൺസെറ്റ് വരെ കേട്ടോ. നാളെ പ്രോഗ്രാം വെക്കാനായിട്ട് ക്ലാസ് L1 വരെ തീരൂല. ഇന്ന് വെക്കണോ? പ്രോഗ്രാം വെക്കണോ? ചോദിക്കട്ടെ ഞാനെന്നാ. നോക്കാം, നോക്കിട്ട് പറയാം എന്താന്ന് വെച്ചാ. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് നമ്മുടെ ലെവൽ 1ന്റെ ക്ലാസ് തീരുമല്ലോ. ഇന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്താനുള്ള ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ഈ സിസ്റ്റം മാറ്റാനായിട്ട് ലെവൽ 4 ലെവൽ 3 സിസ്റ്റം മാറ്റാൻ പോവുകയാണ്. കുറച്ച് പ്രഭു പറയുന്ന സാധന ഇല്ല എന്നാർക്കും. ലെവൽ 5കാരൊക്കെ തിരിച്ച് വീണ്ടും പോന്നോണ്ടിരിക്കുക താഴത്തേക്ക്. അതെ മാതാജി. ആണോ? ഉറപ്പാണോ? നാമജപം ഒക്കെ തീരെ കുറഞ്ഞു വരുക, മടിച്ചു വരുക. അപ്പൊ വെറുതെ അല്ല പറഞ്ഞത്. അവരോട് പെട്ടെന്ന് മനസ്സിലാവില്ല നമ്മളിത് ചെയ്യുമ്പോഴേക്കും, നമ്മളെ കാണുന്നില്ലെങ്കിലും. സാധാരണ സിസ്റ്റം മാറ്റാൻ പറഞ്ഞിരിക്കപ്പോ പുതിയൊരു സിസ്റ്റത്തിലേക്ക് ആക്കിക്കൊണ്ടുവരാൻ പറയും. ഇപ്പം സിലബസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് കോളേജ് സിസ്റ്റം മാറ്റാൻ പറയുന്നുണ്ട്. വെറുതെ അല്ല നമ്മള് ചെയ്യുന്നതിന്റെ അവിടെ മനസ്സിലാവുണ്ടാവും. നാമജപമൊക്കെ ഉണ്ട് മാതാജി, അതൊന്നും മുടക്കിയിട്ടില്ല. നാമം ജപിക്കണ്ടാവേ. മഴക്കാലം ഇരട്ടി നാമജപം അവിടെ ഉണ്ട്. അതാണ് ഒന്നൊരു സൈഡിൽ കൂടെ പോകുമ്പോഴേ അറിയണം. അവർക്കറിയാൻ സാധിക്കുന്നുണ്ടാവുമല്ലോ. നമുക്കിവിടെ പിന്നെ അത്ര സാധനയുള്ള പ്രഭുജി അല്ലേ. അപ്പൊ നമുക്ക് സാധന കുറവെന്ന പ്രഭു പറയുന്നത്. ഇപ്പൊ നമ്മളെ സിസ്റ്റം ശരിയാക്കാനാ പറയുന്നത്. ഇപ്പൊ അതിന് പുതിയ രീതിയിലാക്കാൻ പറഞ്ഞിരിക്കുക. നോക്കാം. പുതിയ ഐഡിയാസ് പ്ലാനുകൾ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇട്ടോളൂ. നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. നോക്കാം. എന്തായാലും മാറ്റേണ്ടി വരും. കോളേജ് സിസ്റ്റത്തിൽ ചെറിയ ചേഞ്ചസ് വരുത്താൻ പറഞ്ഞിരിക്കുക. ചെറുതല്ല, നാമം ജപിക്കുന്ന കാണണമായിരിക്കും. അതായിരിക്കും നമ്മളെ നാമം ജപിക്കുന്നെന്ന് പറയുന്നതുകൊണ്ടായിരിക്കും പറയുന്നത്. ഒത്തിരി പുറമോട്ട് മാറുന്നുണ്ട് മാതാജി. അത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം നമ്മുടെ നാമജപത്തിന്റെ ഇത് കൂടുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ. അതുകൊണ്ട് നമ്മൾ തന്നെ കൂട്ടും. അത് നമുക്ക് സംസാരിക്കുമ്പോ തന്നെ അറിയാൻ പറ്റും. ഇപ്പൊ ഒരാള് പറയാണ് ഞാൻ 16 റൗണ്ട് നാമം ജപിക്കുന്നുണ്ട്, ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവരെ സംസാരത്തിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതുണ്ടോ ഇല്ല എന്നുള്ളത്. കാരണം ആ സംസാരത്തിന്റെ അത് അറിയാൻ പറ്റുമല്ലോ. അതെല്ലാവർക്കും ഇപ്പൊ അറിയാൻ പറ്റും. എനിക്ക് തന്നെ അറിയാൻ മാതാജി. ഞാൻ പുറമോട്ട് മാറിയിരുന്നു എനിക്കറിയാം തോന്നി. പിന്നെ ഇപ്പം കൂട്ടി ഇപ്പം 18ലേക്ക് വന്നു. ഹരേ കൃഷ്ണ. നോക്കാം. എന്തായാലും ആഗ്രഹിക്കാന്നുള്ളത് പറയാം നമുക്ക്. എനിക്ക് പോകാൻ ആഗ്രഹമില്ല, ഞങ്ങൾക്ക് മുന്നിക്ക് തന്നെ പോകാനാണ് ഇഷ്ടം, അല്ലെ? അതെ, മുന്നിലേക്ക് തന്നെ പോകാനാണ് മാതാജി ഇഷ്ടം. കാരണം നമ്മുടെ പല ആഗ്രഹങ്ങളും നമ്മൾ പുറമോട്ട് പിന്നെ വീണ്ടും മറ്റുള്ളവർ നമ്മളെ വലിച്ചു പോകുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ട്.
അതുകൊണ്ട് വീണ്ടും വീണ്ടും നാമജപം കൂട്ടുമ്പം അതും മുമ്പോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും നോക്കാം, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കും. ഇപ്പൊ അതിന്റെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നോക്കട്ടെ അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കട്ടെ. തന്നെ ഇത് രണ്ടാമത് മുഴുവൻ അടിച്ചു പണിയാന്ന് പറയുമ്പോ നാളെ ഞാൻ ഗുരുവായൂർക്ക് പോവുക. ഹരേ കൃഷ്ണ മാതാജി മാതാജി. ഞാൻ നാളെ മൂകാംബിക്ക് പോവാം മാതാജി. അപ്പൊ എല്ലാവരും ലീവാണ് നാളെ അല്ലേ? ഹരേ കൃഷ്ണ നാളെ ഒരു മാതാജി. അവസരം കിട്ടിയതാ മാതാജി. മാതാജി മൂകാംബിക്ക് പോകാൻ PDF അവസരം കിട്ടി. ഇടണ്ടേ ഭഗവതത്തിന്റെ PDF? ഞാൻ അതിന്റെ ഇടയിൽ പറയാൻ പോയതാണ്. എത്ര ശ്ലോകം വരെ ഇട്ടുണ്ടായിരുന്നത്? 30 വരെ ഇട്ടുള്ളൂ മാതാജി. ഇനിയും PDF ഇടണമല്ലോ. ഒരു 30. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു ഹരേ മാതാജി. കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. അപ്പൊ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവർക്കും നന്ദി. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. Thank you. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ശമ്പളം